നമസ്കാരം. കൊല്ലത്തിന്റെ ചരിത്രം വിളിച്ചോതുന്ന KSRTC ബസ് സ്റ്റേഷന്റെ ദുരവസ്ഥയാണ് സമുദ്രാവിഷൻ പകർത്തിയത്. കൊല്ലം ജില്ലയിൽ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനാണ് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ്. മാത്രമല്ല, കൊല്ലത്തെ ഒരു പ്രധാന ഗതാഗത കേന്ദ്രമാണ് കൊല്ലം KSRTC ബസ് സ്റ്റേഷൻ. അതോടൊപ്പം കേരളത്തിലെ 5 KSRTC സോണുകളിൽ ഒന്നാണ് കൊല്ലം. റിപ്പോർട്ട് പ്രകാരം കൊല്ലം ജില്ലയിൽ 681 ബസ്സുകളാണ് റോഡിലൂടെ ഓടുന്നത്. മാത്രമല്ല, കേരള സംസ്ഥാനത്തെ ജലഗതാഗത വകുപ്പിന്റെ കൊല്ലം സിറ്റി ജലഗതാഗത ടെർമിനലിന് സമീപമാണ് ബസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബസ് ഡിപ്പോ കെട്ടിടം അപകടാവസ്ഥയിലാണ്. യാത്രക്കാരുടെയും ഡിപ്പോ ജീവനക്കാരുടെയും ജീവന് പോലും ആപത്ത് സംഭവിക്കും വിധം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. യാത്രക്കാർക്ക് സുരക്ഷിതമായും നിർഭയമായും കയറാൻ കഴിയുന്ന മിനിമം സൗകര്യം ഡിപ്പോയ്ക്ക് അടിയന്തര ആവശ്യമാണെന്ന് ഇതുവരെയും ബന്ധപ്പെട്ട അധികൃതർക്ക് മനസ്സിലായിട്ടില്ല. KSRTC ബസ് സ്റ്റേഷന്റെ ദുരവസ്ഥയെക്കുറിച്ച് വിജയൻ ചേട്ടൻ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? KSRTC ബസ് സ്റ്റേഷൻ്റെ ദുരവസ്ഥ എന്ന് വെച്ചാൽ ഏകദേശം ഇവിടെ വരുന്ന ഓരോ പാസഞ്ചേഴ്സിനും കണ്ടാൽ മനസ്സിലാവും, പറയാതെ തന്നെ ഏകദേശം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഉൾഭാഗവും പുറഭാഗവും ഇതിൻ്റെ മുകളിലും എല്ലാ ഭാഗങ്ങളിലും ഏകദേശം 10 വർഷത്തിന് മുകളിലായി കാണണം ഇതിൻ്റെ മെയിൻ്റനൻസ് തന്നെ നടന്നിട്ട് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഇപ്പോൾ ഇതിൻ്റെ ആ ബുക്കിംഗ് ഓഫീസ് മറ്റു ഭാഗങ്ങളിലൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ എത്രയോ വർഷങ്ങൾക്ക് പഴക്കമുള്ള കമ്പികൾ തെളിഞ്ഞു നിൽപ്പുണ്ട്. കമ്പികൾ നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് ഈ അടുത്തൊരു സമയങ്ങളിൽ ഞാനൊരു പാലക്കാടിന് പോകാൻ വേണ്ടി ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് അവിടെ പോയ കാര്യം പറയുന്നു. പോയപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് എങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. ആ രീതിയിലാണ് അതിനകത്ത് ചിലന്തിവല ഉണ്ടായാലും അതിൻ്റെ കെട്ടിടത്തിൻ്റെ മേളിലത്തെ ഭാഗങ്ങൾ കംപ്ലീറ്റ് ഏകദേശം സിമെൻറ്റ് കംപ്ലീറ്റ് മാറി കമ്പി മൊത്തം തുരുമ്പ് പിടിച്ച കമ്പികളാണ് തെളിഞ്ഞിരിക്കുക. അതിൻ്റെ ദുരവസ്ഥ ഇത് പല ഭാഗങ്ങളിലും പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇത് മെയിൻ്റനൻസിന് വേണ്ടി ഇത്ര കോടി അനുവദിച്ചിട്ടുണ്ടെന്നൊക്കെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പം LDF സർക്കാർ ഇപ്പം അധികാരത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ LDF സർക്കാർ ആദ്യത്തെ പ്രാവശ്യം തന്നെ മുകേഷ് MLA ഇവിടെ ഇതിൻ്റെ ഇത്രയോ കോടി അനുവദിച്ചെന്നുള്ള പത്രവാർത്തയിലൂടെ നമ്മളിത് കൂടുതലും കണ്ടിട്ടുള്ളത്. അതിനെപ്പറ്റി ഇവിടെ ഒരു മെയിൻ്റനൻസ് പോലും ചെയ്തിട്ടില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഏകദേശം എല്ലാവർക്കും അറിയാം. ഇത് വെറുതെ പറയുന്നതല്ല, അത്യാവശ്യം ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ 4 സൈഡിലും ഒന്ന് നിന്ന് എടുക്കുമ്പോൾ അത്യാവശ്യം മനസ്സിലാക്കും, ഇതിൻ്റെ അവസ്ഥകൾ ഏകദേശം മനസ്സിലാക്കും. പിന്നെ ഇവിടെ കംപ്ലയിൻറ്റുകൾ കൂടുതലും പോകാത്ത എനിക്ക് തോന്നുന്നത് പല യൂണിയനിലായതുകൊണ്ട് യൂണിയനിൽപ്പെട്ടവർക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ ഒക്കത്തില്ല. അന്നേരം അതിന് ഉള്ള പ്രശ്നങ്ങളായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പൊതുവെ മൊത്തത്തിലിത് പരാതികൾ നിങ്ങൾ മൊത്തത്തിൽ ഇതൊന്ന് വീഡിയോ പാസ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും ഇതിൻ്റെ അവസ്ഥയെപ്പറ്റി. കാര്യം എന്ന് വെച്ചാൽ ഓരോ മഴയത്ത് നിൽക്കാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ഇതിൻ്റെ ആ ഓഫീസുകളിലിരിക്കുന്ന ഇതിനകത്തിരിക്കുന്ന മഴയത്ത് ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. ഇപ്പോൾ ഈ നിൽക്കുന്ന തന്നെ ഇവിടുന്ന് അങ്ങേയറ്റം വരെ ഇവിടം പോലെ ഇങ്ങേയറ്റം വരെ ഇതിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എന്തോ സിമെൻറ്റ് തേച്ചിരിക്കുന്നു. ബാക്കി ഭാഗങ്ങൾ കംപ്ലീറ്റ് ഏത് സമയവും ചിലപ്പം ഇപ്പോഴും ഈ കർണാടകയിൽ നടക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ ഏത് സമയം ഇതിന് അപകടങ്ങൾ സംഭവിക്കുക. ആ രീതിയിലാണ് ഇതിനവസ്ഥ ഇരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ KSRTC ഡിപ്പോയ്ക്ക് കെട്ടിട നിർമ്മാണ തുക അനുവദിക്കുമെന്ന് പറയുന്നതല്ലാതെ ഗതാഗത വകുപ്പ് അടിയന്തരമായി യാതൊരു തീരുമാനവും എടുക്കാതെ ഇഴയുന്നു. KSRTCയുടെ ഈ ഒരുപാട് പുരാതന കാലത്തെ ഉള്ള ബസ് സ്റ്റേഷനാണ് നമ്മുടേത്. സോണൽ ബസ് സ്റ്റേഷനാണ്. ഒത്തിരി തവണ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ വന്നെങ്കിൽ പോലും ഇതുവരെയും ഒരു നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാര്യം അടിക്കടി ഇത് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാസഞ്ചേഴ്സിൻ്റെ തലയിലൂടെ വീഴുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നസ്രുദ്ദീൻ ഞങ്ങൾ എന്താണ് പറയാനുള്ളത്? ഈ ആളുകളെ തലയിൽ വീഴുന്ന പറഞ്ഞത് സത്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ദിവസം ഇതിനൊക്കെ അങ്ങോട്ട് നടന്നു പോയി പാസ് ഇടിയുന്നു ഇടിഞ്ഞ് എൻ്റെ തൊട്ടില്ല നൂലാമാലയെന്ന് ചാടി രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം കട്ടാപ്പോകാം എന്ന് പറഞ്ഞ കണക്ക് ഇത് പറയും. ഇത് ഖജനാവയിലെ പൈസ മാറ്റി വെച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഈ ജനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ ദേഹത്തിങ്ങനെ ഇത് ഇടിഞ്ഞു. ഇത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമല്ല പലയിടത്തു നിന്ന് ഇവിടെ വരുന്ന ആൾക്കാരുണ്ട്. കുഞ്ഞുങ്ങളും തള്ളയായിട്ടൊക്കെ തന്നെ വരുന്നവരുണ്ട്. അവർ പോലും ചിലപ്പോൾ അറിയാനൊക്കത്തില്ല. ചിലപ്പോൾ ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കേണ്ട സമയങ്ങൾ വന്നാൽ അങ്ങോട്ട് ഇരുന്ന് കൊടുക്കുക. അതിന് പോലും ഒരു സജ്ജീകരണം ഇല്ല. എങ്കിലും ഒന്ന് മാറിയിരുന്ന് കൊടുക്കണമെങ്കിൽ പോലും അവർക്ക് പ്രതീക്ഷിക്കാനൊക്കാത്ത ഒരു സംഭവം. അത് വളരെ ദയനീയമായ ഒരു പരാജയം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതായത് MLA വിചാരിച്ചാൽ നടക്കേണ്ട കാര്യം. ഇതൊക്കെ 10 വർഷം കൊണ്ട് മുകേഷ് എന്ന് പറഞ്ഞ MLA ഇവിടെ പിന്നെ ഭരണത്തിലിരിക്കുന്ന 10 വർഷം കൊണ്ട് അവരെ ഭരണമോ
എത്രയും പെട്ടെന്ന് അവർക്കിത് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്കിത് നടപ്പിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ 5 വർഷമല്ല, 5 വർഷം കഴിഞ്ഞ് വീണ്ടും 5 വർഷം അവരുടെ കയ്യിൽ അധികാരം കിട്ടിയിരിക്കുക. അതിനെ ഒരു കാരണവശാൽ ഈ ബസ് സ്റ്റാൻഡിന് യാതൊരു കേടുപാടും പറ്റാതെ അവർക്കത് കൈകാര്യം ചെയ്ത് ജനങ്ങളുടെക്ക് നല്ല രീതിയിൽ ഒന്നും വേണ്ട 1-നും 2-നും പോകാൻ പെണ്ണുങ്ങൾ വന്നാൽ പോലും അവർക്ക് പോലും അതിനുള്ള സജ്ജീകരണം ഇവിടെ ക്ലിയറല്ല. പിന്നെ എങ്ങനെയൊക്കെ ആളുകൾ വരുന്നു പോണു, പക്ഷേ ഇത് അപകടം തന്നെയാണ്. ഇന്നല്ല എപ്പോഴായാലും അതൊരു അപകടം തന്നെയാണ്. ഇപ്പോൾ പാവം പിടിച്ച ഒരുപാട് പേര് അവർ തന്നെ ജീവിക്കാൻ വേണ്ടി ഈ ലോട്ടറി ആയിട്ട് ഇവിടെ ഇരിക്കുക. ആ ലോട്ടറി ആയിട്ട് ജീവിക്കാതിരിക്കുന്ന ആളുടെ കയ്യിൽ തന്നെ വീണ് പോയാൽ തീർന്ന്. അതാ എണ്ണിട്ട് നടക്കാൻ സാധ്യതയില്ലാത്തൊരു മനുഷ്യനാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രശ്നമാണ് അദ്ദേഹം ഇത് ജീവിച്ചുകൊണ്ട് പോകുന്നത്. അതിന് പോലും അതും കേരള സർക്കാരിൻ്റെ ലോട്ടറിയാണ് വിൽക്കുന്നത്. കേരള സർക്കാരിൻ്റെ ലോട്ടറിയാണ് അതും കൂടെ. അതുപോലും ഒരു തമിഴ്നാട്ടുകാരനാണ് അതുപോലും വിൽക്കുന്നത്, പാവം പിടിച്ചവനാണ്. അതിനാൽ ഇതൊക്കെ ഇടിഞ്ഞ് പാവം പിടിച്ചവൻ്റെ തലയിൽ വീണമെന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഇത് മുൻകൈ എടുത്ത് ഇത് കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൊല്ലം ഡിപ്പോയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. വാണിജ്യ സൗധമല്ല ഇപ്പോൾ ആവശ്യം, നവീകരിച്ചു നൽകേണ്ട ബസ് ഡിപ്പോയാണെന്ന്. ഇനിയും അത് ചെയ്തില്ല എങ്കിൽ ഓരോ ജീവനും വലിയ വില നൽകേണ്ടി വരും. ഗതാഗത വകുപ്പും ബന്ധപ്പെട്ട അധികാരികളും ശ്രദ്ധിച്ചാൽ നന്നെന്നാണ് സമുദ്രാവിഷനും ഓർമ്മിപ്പിക്കുന്നത്. ജനങ്ങളുടെ യാത്രയ്ക്കും ജീവനും സുരക്ഷയൊരുക്കേണ്ട അധികാരികൾ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. എത്രയും വേഗത്തിൽ ഇതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് സമുദ്രാവിഷനും പറയാനുള്ളത്. ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്രാവിഷൻ.